പത്തനംതിട്ട കൂടലിൽ 14-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പിതാവ് രാജേഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മകനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പിതാവ് ദേഹോപദ്രവം ഏൽപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന് എഫ്ഐആർ. പ്രതി മുൻപ് ഭാര്യയെയും സഹോദരനെയും മർദ്ദിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നു. ശ്രീരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, എന്താണിപ്പോൾ എഫ്ഐആറിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്? സ്വാതി, കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. CWCക്ക് നൽകിയ പരാതിയോടൊപ്പം ചേർത്ത വീഡിയോയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം, ബെൽറ്റ് പോലുള്ള ഒരു വസ്തു കൊണ്ട് കുട്ടിയെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുകയാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. എഫ്ഐആറിൽ ഉൾപ്പെടെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് പുറത്തും കാലുകളിലും ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. അതുപോലെ മകനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പിതാവ് തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത്. കുട്ടിയുടെ മർമ്മഭാഗത്തും തുടയിലും വയറിലും ഉൾപ്പെടെ പിതാവ് മർദ്ദിച്ചു. പ്രതി മുൻപ് ഭാര്യയെയും സഹോദരനെയും സമാനമായ രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ട് എന്നും എഫ്ഐആറിൽ പറയുന്നു. ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഭാര്യയെ മർദ്ദിക്കുന്നത് ഒരു സ്ഥിരം സംഭവമായിരുന്നു. ഭാര്യ പലപ്പോഴും ആശുപത്രിയിലടക്കം ചികിത്സ തേടിയിട്ടുണ്ട്. ലഹരിക്കടിമയാണ് ഈ പറയുന്ന കൂടൽ സ്വദേശിയായ രാജേഷ് എന്നയാൾ. ഇയാളെ പലതവണ ഡി അഡിക്ഷൻ സെന്ററുകളിൽ ഉൾപ്പെടെ ചികിത്സയ്ക്ക് കൊണ്ടുപോയ സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നിലവിൽ ഭാരതീയ ന്യായ സംഹിത, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്യുമെന്നാണ് കൂടൽ പോലീസ് അറിയിച്ചിട്ടുള്ളത്. സ്വാതി. ശരി ശ്രീരാജ്, പത്തനംതിട്ടയിൽ കൂടലിൽ 14-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പിതാവ് രാജേഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മകനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പിതാവ് ദേഹോപദ്രവം ഏൽപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്.